ഹജ്ജ് കർമ്മങ്ങൾക്കായി ഹാജിമാർ ഇന്ന് രാത്രി മുതൽ മിനായിലേക്ക് പുറപ്പെടും. നാളെ ഹാജിമാരെല്ലാം മിനായിലാണ് തങ്ങുക. ചൊവ്വാഴ്ചയാണ് ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം. 15 ലക്ഷത്തിലേറെ വിദേശികളടക്കം വിശ്വാസി ലക്ഷങ്ങൾ ഹജ്ജിൽ നിറയും. കനത്ത ചൂടിലാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത്. നാളെയാണ് യൗമുൽ തർവിയ. ഹജ്ജിന് മുന്നോടിയായി അറഫയിലേക്ക് പോകാൻ ഹാജിമാർ പണ്ട് വെള്ളമൊക്കെ ശേഖരിച്ച് കാത്തിരുന്ന ദിനം. ഹജ്ജിന്റെ മാനസികവും ഭൗതികവുമായ മുന്നൊരുക്കമാണ് ഈ ദിനം. ഇതിനായി മിനായിലേക്ക് ഇന്ന് രാത്രിയോടെ ഹാജിമാർ നീങ്ങും. വൈകിട്ട് മുതൽ നാളെ വരെ ഇത് നീളും. നമ്മൾ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് തന്നെ ഹാജിമാരെ നമ്മൾ തയ്യാറാക്കി അവരെ എല്ലാവരെയും ഇവിടുന്ന് റൂമുകളിൽ നിന്ന് ബസ്സുകളിൽ കയറ്റി മിനാറ്റന്തിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഏത് രീതിയിൽ വേണമെന്നുള്ളത് നമ്മുടെ SHIമാർക്കും കൊടുത്തിട്ടുണ്ട്, ഹാജിമാർക്ക് നേരിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് വരുന്ന സമയത്ത് തന്നെ ആരോഗ്യകരമായി നമ്മൾ എങ്ങനെയാണ് പ്രത്യേകിച്ചും ഒരു ക്ലൈമറ്റിൽ നിന്ന് മറ്റൊരു ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഏതെല്ലാം മുൻകരുതലുകൾ വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹാജിമാർക്ക് ആ വിഷയത്തിൽ ആശങ്കകളില്ല. ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെ ഹാജിമാർ മിനായിൽ തങ്ങും. മറ്റന്നാളാണ് ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. അറഫ ലഭിക്കാത്ത ഹാജിക്ക് ഹജ്ജില്ല. ഇതിനായി തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള സമയത്തിനകം മുഴുവൻ ഹാജിമാരെയും അറഫയിലെത്തിക്കും. ഇനിയുള്ള 5 ദിവസത്തോളം ഏറെ കായികാധ്വാനം വേണ്ട, ക്ഷമ വേണ്ട കർമ്മങ്ങളിലേക്കാണ് ഹാജിമാർ പ്രവേശിക്കുന്നത്. മക്കയിൽ നിന്നും സാബിർ സലീമിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1.